നാളെയല്ല എന്നെ വിളിക്കണം, എന്നിട്ട് നീ കിടന്നാൽ മതി. എന്നെ കണ്ടിട്ട് എനിക്ക് ഉറക്കം വരികയല്ല. നീ ഇങ്ങോട്ട് സ്നേഹിക്കണ്ട, ഞാൻ അങ്ങോട്ട് സ്നേഹിച്ചു. എനിക്കതല്ലേ ബുദ്ധിമുട്ട്. എനിക്ക് അങ്ങോട്ട് സ്നേഹിക്കാമല്ലോ. നിന്റെ വാട്സപ്പ് നോക്കൂ, എന്നെ ഇഷ്ടമാണ്. അതെന്നെ ഒത്തിരി ഇഷ്ടമാണ്. എന്താ പിന്നെ പണി? എനിക്കതിനെ ഫോൺ വിളിക്കാൻ പറ്റുമോ? വിളിക്കാൻ പറ്റിയെങ്കിൽ പറയടി. ഞാൻ വരുന്നുണ്ട് പിന്നെ എന്തായാലും വരും. എന്റെ കുട്ടിയുടെ അടുത്ത്, കുഞ്ഞിന്റെ അടുത്ത് കേട്ടോ. എന്റെ കുഞ്ഞിനെ കാണാതെ വരുന്നത്. ഓക്കെ പൊന്നെ, നീ എവിടെ വിളിച്ചു? എങ്ങനെയുണ്ട് കുഞ്ഞെ? സംഭവിക്കില്ല. എല്ലാ കഷ്ടപ്പാടും തമ്മിൽ മാറ്റം. എന്റെ ജീവനാണ്. കാലത്തിന്റെ നോക്കുന്നുണ്ട്. ഒരുപാട് ഒരുപാട് ഇഷ്ടമാണ്. താങ്ക് യു. ഞാൻ കഴിച്ചു. നീ കഴിച്ചോ? അച്ചായ വന്നോ? എന്തൊക്കെയാ ശേഷം? പ്രോഗ്രാം ദുബായിൽ സെറ്റ് ചെയ്യോടെ. പ്രോഗ്രാം പേര് മഴയൊന്നും പ്രശ്നമൊന്നുമില്ല. ചെറിയൊരു പരിപാടി. അവിടെ എന്തെങ്കിലും നമുക്ക് അറിയുന്ന ടീമിനെ വിളിച്ചിട്ട് ഒരു മലയാളി അസോസിയേഷന്റെ പരിപാടി പറയാൻ ഒരു പ്രോഗ്രാം വിളിക്കാൻ വേണം കേട്ടോ. അതുപോലെ എനിക്ക് ഇതിനെ കാണുന്ന സത്യം അത് വന്നൂടെ. എന്താണല്ലേ അവസ്ഥ? ഇദ്ദേഹം മോട്ടിവേഷനും കൗൺസിലിങ്ങും എല്ലാം നൽകിയ കുട്ടിക്ക് മറ്റൊരാളുടെ കൗൺസിലിംഗ് ആവശ്യം വന്നു ഇതെല്ലാം പുറത്തു കൊണ്ടുവരുവാൻ വേണ്ടി. ഇതുപോലെ ഒരുപാട് മാന്യതയുടെ മുഖംമൂടി അണിഞ്ഞു നടക്കുന്ന ഒരുപാട് ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട്. ഓരോരുത്തരുടെയും മുഖംമൂടി ഉടൻ തന്നെ അഴിഞ്ഞു വീഴട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തെ പോലെ കണ്ട വ്യക്തി കാലനായിരുന്നു എന്ന് അറിയുവാൻ താമസിച്ച മാതാപിതാക്കളോട് നിങ്ങൾ എന്ത് ധൈര്യത്തിലാണ് കുട്ടിയെ ഇതുപോലെ ഒറ്റയ്ക്ക് വിട്ടിരിക്കുന്നത്? ഇന്നത്തെ സമൂഹത്തിൽ നടക്കുന്ന പല കാര്യങ്ങളും നിങ്ങളും കാണുന്നതും കേൾക്കുന്നതുമല്ലേ. എന്നിട്ടും നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ചെയ്തത് എന്നുള്ള ഒരു ചോദ്യം മാത്രം ബാക്കി വെക്കുന്നു. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഒരുപാട് നന്മമരം ചമയുന്ന അല്ലെങ്കിൽ ഒരുപാട് മോട്ടിവേഷൻസ് നൽകുന്ന ആളുകൾ മിക്കതും ഫ്രോഡുകളാണ്. വിരലിൽ എണ്ണാവുന്ന 1-2 പേരുകൾ മാത്രമാണ് അതിൽ നല്ലതുണ്ടാവുക. ബാക്കി എല്ലാവരും കാശിന് വേണ്ടി അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ നമ്മളെ ചൂഷണം ചെയ്യുന്നവരായിരിക്കും. ആരും ഇതുപോലെയുള്ള കെണികളിലൊന്നും പോയി വീഴാതിരിക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുവാൻ മറക്കരുത്.